നമുക്ക് സർഫസ് ഇന്റഗ്രലിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ, ഇവാലുവേറ്റ് സർഫസ് ഇന്റഗ്രൽ ഓവർ എസ് എക്സ് സെഡ് സ്ക്വയർ ഡി എസ് വേർ എസ് ഈസ് ദാറ്റ് പോർഷൻ ഓഫ് ദി സിലിണ്ടർ y equal to 2x square plus 1 in the first octant bounded by x equal to 0, x equal to 2, z equal to 4 and z equal to 8. x equal to 0, x equal to 2, z equal to 4, z equal to 8 ഈ പ്ലെയിൻസ് ബൗണ്ട് ചെയ്യുന്ന ഫസ്റ്റ് ഒക്ടന്റിലുള്ള y equal to 2x square plus 1 എന്ന സിലിണ്ടറിന്റെ പോർഷനിലുള്ള ഒരു സർഫസ് ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുവാനാണ് നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. XY പ്ലെയിനിൽ y ഈക്വൽ ടു 2x സ്ക്വയർ പ്ലസ് 1 എന്നുള്ളത് ഒരു പാരബോളയുടെ ഇക്വേഷൻ ആണ്. വെർട്ടെക്സ് y ആക്സിസിലെ ഓർഡേഡ് പെയർ 0, 1 ആയിട്ട് വരുന്ന ഒരു പാരബോള സ്പേസിലേക്ക് വരുമ്പോൾ അത് കറസ്പോണ്ടിങ് സിലിണ്ടറിന്റെ ഇക്വേഷൻ ആകും. സർക്കുലർ സിലിണ്ടർ അല്ല, നേരത്തെ പറഞ്ഞ ടൈപ്പിലുള്ള ഐഡന്റിക്കൽ കർവ്സ് ഒന്നിനു മീതെ ഒന്നായിട്ട് അടുക്കി വെച്ചാൽ കിട്ടുന്ന ഷേപ്പ്. ഇത് സെയിം റേഡിയസ് ഉള്ള സർക്കിൾസ് ഒന്നിനു മീതെ ഒന്നായിട്ട് അടുക്കി വെച്ചാൽ സർക്കുലർ സിലിണ്ടർ കിട്ടുന്നത് പോലെ തന്നെയാണ്. ഇവിടെ സർക്കിളിന് പകരം y ഈക്വൽ ടു 2x സ്ക്വയർ പ്ലസ് 1 എന്ന പാരബോളയാണെന്ന് മാത്രം. ആ സിലിണ്ടറിന്റെ x ഈക്വൽ ടു 0, x ഈക്വൽ ടു 2, z ഈക്വൽ ടു 4, z ഈക്വൽ ടു 8 ഈ പ്ലെയിൻസ് ബൗണ്ട് ചെയ്യുന്ന ഫസ്റ്റ് ഒക്ടന്റിലുള്ള പോർഷൻ ആണ് നമുക്ക് ആവശ്യമുള്ള സർഫസ് എസ്. x ഈക്വൽ ടു 0 yz പ്ലെയിനിന്റെ ഇക്വേഷൻ, x ഈക്വൽ ടു 2 yz പ്ലെയിനിനോട് പാരലൽ ആയിട്ട് ഓഡേ ട്രിപ്പിൾ 2, 0, 0 എന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന പ്ലെയിൻ. z ഈക്വൽ ടു 4 xy പ്ലെയിനിനോട് പാരലൽ ആയിട്ടുള്ള ഓഡേ ട്രിപ്പിൾ 0, 0, 4 എന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന പ്ലെയിൻ. അതുപോലെ തന്നെ z ഈക്വൽ ടു 8 ഓഡേ ട്രിപ്പിൾ 0, 0, 8 എന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന xy പ്ലെയിനിനോട് പാരലൽ ആയിട്ടുള്ള പ്ലെയിൻ. ഈ 4 പ്ലെയിൻസും കൂടി ബൗണ്ട് ചെയ്യുന്ന y ഈക്വൽ ടു 2x സ്ക്വയർ പ്ലസ് 1 എന്ന സിലിണ്ടറിന്റെ പോർഷൻ ആണ് സർഫസ് എസ്. അതിവിടെ തന്നിട്ടുണ്ട്. ഇവിടെ ഇന്റഗ്രാൻഡ് x ഇൻറ്റു സെഡ് സ്ക്വയർ ആണ്. അത് വേരിയബിൾസ് x ആൻഡ് സെഡിലുള്ള ഫംഗ്ഷൻ ആയതുകൊണ്ട് നമുക്ക് സർഫസ് എസിന്റെ എക്സ് സെഡ് പ്ലെയിനിലേക്കുള്ള പ്രൊജക്ഷൻ കൺസിഡർ ചെയ്യാം. സർഫസ് എസിന്റെ എക്സ് സെഡ് പ്ലെയിനിലേക്കുള്ള പ്രൊജക്ഷൻ x ഈക്വൽ ടു 0, x ഈക്വൽ ടു 2, z ഈക്വൽ ടു 4, z ഈക്വൽ ടു 8 ഈ ലൈൻസ് ബൗണ്ട് ചെയ്യുന്ന എക്സ് സെഡ് പ്ലെയിനിലെ ഒരു റെക്ടാങ്കുലർ റീജിയൻ ആണ്. ആ റെക്ടാങ്കുലർ റീജിയനെ R എന്ന് ഡിനോട്ട് ചെയ്യുക. സർഫസ് എസിന്റെ ഷാഡോ എക്സ് സെഡ് പ്ലെയിനിൽ വരുന്ന വിധത്തിൽ എക്സ് സെഡ് പ്ലെയിനോട് വെർട്ടിക്കലായി ഒരു ടോർച്ച് അതല്ലെങ്കിൽ ലൈറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ എക്സ് സെഡ് പ്ലെയിനിൽ ഉണ്ടാകുന്ന സർഫസ് എസിന്റെ ഷാഡോയാണ് റീജിയൻ R. ഇവിടെ അതൊരു റെക്ടാങ്കിൾ ആയിരിക്കും. ആ റെക്ടാങ്കുലർ റീജിയനെ R എന്ന് ഡിനോട്ട് ചെയ്യുന്നു. സർഫസ് എസിനെ y ഈക്വൽ ടു g ഓഫ് എക്സ് എന്ന ഫോമിൽ റെപ്രസെന്റ് ചെയ്യണം. അതിനുവേണ്ടി ഇവിടെ g ഓഫ് എക്സ് ഈക്വൽ ടു 2x സ്ക്വയർ പ്ലസ് 1 എന്ന് ചൂസ് ചെയ്താൽ മതി. ഇന്റഗ്രാൻഡ് ക്യാപിറ്റൽ G ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു എക്സ് ഇൻറ്റു സെഡ് സ്ക്വയർ. ഇതിൽ വൈയുടെ ടേംസ് ഒന്നും തന്നെ ഇല്ലാത്തത് കൊണ്ട് ഇന്റഗ്രാൻഡിൽ ചേഞ്ചസ് ഒന്നും വരുത്തേണ്ട ആവശ്യമില്ല. ഇന്റഗ്രാൻഡിൽ വൈയുടെ ടേംസ് ഉണ്ടായിരുന്നുവെങ്കിൽ വൈക്ക് പകരം 2x സ്ക്വയർ പ്ലസ് 1 എന്ന് റീപ്ലേസ് ചെയ്ത് ക്യാപിറ്റൽ G ഓഫ് എക്സ് G ഓഫ് എക്സ് സെഡ് കണ്ടുപിടിക്കണം. ഇവിടെ അതിന്റെ ആവശ്യം വരുന്നില്ല. G ഓഫ് എക്സ് y സെഡും G ഓഫ് എക്സ് G ഓഫ് എക്സ് സെഡും ഇവിടെ സെയിം ആണ്. Then surface integral over S capital G of x y z ds equal to double integral over R capital G of x G of x z into root of 1 plus gx of x z whole square plus gz of x z whole square dA. ഇവിടെ gx of x z equal to
dou by dou x of 2x square plus 1 which is equal to 4x, and gz of x comma z equal to dou by dou z of 2x square plus 1 which is equal to 0. So root of 1 plus gx of x comma z whole square plus gz of x comma z whole square equal to root of 1 plus 4x whole square plus 0 which is equal to root of 1 plus 16x square. Capital G of x comma small g of x z comma z equal to x into z square. So surface integral over s x into z square ds equal to double integral over r x into z square into root of 1 plus 16x square dA. റീജിയൻ ആർ ഒരു റെക്ടാങ്കുലർ റീജിയൻ ആയതുകൊണ്ട് ഇന്റഗ്രേഷന്റെ ലിമിറ്റ്സ് ഈസി ആയിട്ട് കിട്ടും. ആ റീജിയനെ ബൗണ്ട് ചെയ്യുന്ന ലൈൻസ് എക്സ് ഈക്വൽ ടു 0, എക്സ് ഈക്വൽ ടു 2, സെഡ് ഈക്വൽ ടു 4, സെഡ് ഈക്വൽ ടു 8 ഇവയാണ്. സോ ഇന്റഗ്രേഷന്റെ എക്സിന്റെ ലിമിറ്റ്സ് എക്സ് ഈക്വൽ ടു 0 മുതൽ എക്സ് ഈക്വൽ ടു 2 വരെ. ഇതുപോലെ ഇന്റഗ്രേഷന്റെ സെഡിന്റെ ലിമിറ്റ്സ് സെഡ് ഈക്വൽ ടു 4 മുതൽ സെഡ് ഈക്വൽ ടു 8 വരെ. സോ നമുക്കിതുപോലെ കിട്ടും. സർഫസ് ഇന്റഗ്രൽ ഓവർ എസ് എക്സ് ഇൻറ്റു സെഡ് സ്ക്വയർ ഡി എസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to 2 ഇന്റഗ്രൽ 4 to 8 എക്സ് ഇൻറ്റു സെഡ് സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് 16x സ്ക്വയർ ഡി സെഡ് ഡി എക്സ്. ആദ്യം വിത്ത് റെസ്പെക്ട് ടു സെഡ് പാർഷ്യലി ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. ആ ടൈമിൽ വേരിയബിൾ എക്സ് ഒരു കോൺസ്റ്റന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. സോ എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് 16x സ്ക്വയർ ഒരു കോൺസ്റ്റന്റ് ആണ്. സെഡ് സ്ക്വയറിന്റെ ആന്റി ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു സെഡ് സെഡ് ക്യൂബ് ബൈ 3. സോ നമുക്കിതുപോലെ കിട്ടും. ഇന്റഗ്രൽ 0 to 2 എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് 16x സ്ക്വയർ ഇൻറ്റു സെഡ് ക്യൂബ് ബൈ 3 ഡി എക്സ്. സെഡിന്റെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്യുവാനുണ്ട്. അത് അപ്ലൈ ചെയ്യുമ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു 1/3 ഇൻറ്റു ഇന്റഗ്രൽ 0 to 2 എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് 16x സ്ക്വയർ ഇൻറ്റു 8 ക്യൂബ് മൈനസ് 4 ക്യൂബ് ഡി എക്സ്. ദാറ്റ് ഈസ് 448/3 ഇൻറ്റു ഇന്റഗ്രൽ 0 to 2 എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് 16x സ്ക്വയർ ഡി എക്സ്. ഇനി വിത്ത് റെസ്പെക്ട് എക്സ് ഇന്റഗ്രേറ്റ് ചെയ്യാം. പുട്ട് യു ഈക്വൽ ടു 1 പ്ലസ് 16x സ്ക്വയർ. Then du by dx equal to 32x, which implies x dx equal to du by 32. When x equal to 0, u equal to 1. When x equal to 2, u equal to 1 plus 16 into 4, which is equal to 65. So which is equal to 448/3 into 1/32 into integral 1 to 65 root u du. That is 14/3 into integral 1 to 65 u raised to 1/2 du. With respect to u integrate ചെയ്യുമ്പോൾ which is equal to 14/3 into 2/3 into u raised to 3/2. That is 28/9 into u raised to 3/2. യുവിന്റെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്യുവാനുണ്ട്. അത് അപ്ലൈ ചെയ്യുമ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു 28/9 ഇൻറ്റു 65 റേസ് ടു 3/2 മൈനസ് 1. അതിൻ്റെ അപ്രോക്സിമേറ്റ് വാല്യൂ 1627.3 ആണ്. Then next question, evaluate the surface integral over s g of xyz ds, where g of xyz equal to x square plus y square into z, and s is that portion of the sphere x square plus y square plus z square equal to 36 in the first octane. ഒറിജിൻ സെന്റർ ആയിട്ട് 6 യൂണിറ്റ്സ് റേഡിയസ് ഉള്ള സ്പിയറിന്റെ ഫസ്റ്റ് ഒക്ടന്റിലുള്ള പോർഷൻ ആണ് സർഫസ് എസ്. ആ സർഫസിലൂടെയുള്ള ഒരു സർഫസ് ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുവാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ആ സർഫസ് ഇവിടെ റഫായിട്ട് സ്കെച്ച് ചെയ്തിട്ടുണ്ട്. ഒരു സ്പിയറിന്റെ 1/8 പോർഷൻ.
ഈ സർഫസിന്റെ ഏത് കോർഡിനേറ്റ് പ്ലെയിനിലേക്കുള്ള പ്രൊജക്ഷൻ കൺസിഡർ ചെയ്താലും ഷാഡോ റീജിയൻ ആറിന്റെ ഷേപ്പ് സെയിം തന്നെയായിരിക്കും. നമുക്ക് XY പ്ലെയിനിലേക്കുള്ള പ്രൊജക്ഷൻ തന്നെ കൺസിഡർ ചെയ്യാം. ഈ സർഫസിന്റെ XY പ്ലെയിനിലുള്ള ഷാഡോ x² + y² = 36 എന്ന സർക്കിളും കോർഡിനേറ്റ് ആക്സിസും കൂടി ബൗണ്ട് ചെയ്യുന്ന റീജിയൻ ആണ്. അത് ഫസ്റ്റ് ക്വാഡ്രന്റിലുള്ള ഒരു റീജിയൻ ആയിരിക്കും. ആ റീജിയനെ R എന്ന് ഡിനോട്ട് ചെയ്യുക. അതിവിടെ സ്കെച്ച് ചെയ്തിട്ടുണ്ട്. ഗിവൺ സർഫസിനെ Z = f(x, y) എന്ന സർഫസ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യണം. സ്ഫിയറിന്റെ ഇക്വേഷൻ x² + y² + z² = 36, which implies Z = ±√36 - x² - y². സ്ഫിയറിന്റെ ഫസ്റ്റ് ഒക്ടന്റിലുള്ള പോർഷൻ ആയതുകൊണ്ട് Z = √36 - x² - y². So take f(x, y) = √36 - x² - y². Then surface integral over S capital G of x, y, z ds = double integral over R capital G of x, y, f of x, y into √1 plus fx of x, y whole square plus fi of x, y square dA. Here capital G of x, y, z = x² + y² into z. ഇതിൽ z പകരം f of x, y അതായത് √36 - x² - y² എന്ന് റീപ്ലേസ് ചെയ്താൽ ക്യാപിറ്റൽ G of x, y, f of x, y = x² + y² into √36 - x² - y² എന്ന് കിട്ടും. fx of x, y = 1/2√36 - x² - y² into -2x, which is equal to -x by √36 - x² - y². Similarly, fi of xy = -y by √36 - x² - y². Then √1 plus fx of x, y square plus fi of x, y square = √1 plus x² by 36 - x² - y² plus y² by 36 - x² - y². അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ √36 by 36 - x² - y² എന്ന് കിട്ടും. That is 6 by √36 - x² - y². Then surface integral over S G of x, y, z ds = double integral over R G of x, y, f of x, y into √1 plus fx of x, y square plus fi of x, y square dA, which is equal to double integral over R x² plus y² into √36 - x² - y² into 6 by √36 - x² - y² dA, which is equal to 6 into double integral over R x² plus y² dA. റീജിയൻ R ഡിസ്കിന്റെ ഒരു പോർഷൻ ആയതുകൊണ്ട് നമുക്ക് ഈ ഡബിൾ ഇന്റഗ്രൽ പോളാർ കോർഡിനേറ്റ്സിൽ ഇവാലുവേറ്റ് ചെയ്യാം. ഇതാണ് റീജിയൻ R. x² plus y² = 36 എന്ന സർക്കിൾ പോളാർ കോർഡിനേറ്റ്സിൽ R = 6 ആണ്. സോ ആറിന്റെ ലിമിറ്റ്സ് R = 0 മുതൽ R = 6 വരെ. തീറ്റയുടെ വേരിയേഷൻ θ = 0 മുതൽ θ = π/2 വരെ. പോളാർ കോർഡിനേറ്റ്സിൽ x² plus y² = r² ആണ്. ഡിഫറൻഷ്യൽ dA = r dr dθ. ഇതെല്ലാം യൂസ് ചെയ്യുമ്പോൾ which is equal to 6 into integral 0 to π/2 integral 0 to 6 r² into r dr dθ, which is equal to 6 into integral 0 to π/2 integral 0 to 6 r³ dr dθ. ആദ്യം വിത്ത് റെസ്പെക്ട് ടു r പാർഷ്യൽ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു.
വിത്ത് റെസ്പെക്ട് ആർ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും 6 ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു പൈ ബൈ 2 ആർ റേസ് ടു 4/4 ഡി തീറ്റ. ആറിൻ്റെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്യുവാനുണ്ട്. അത് അപ്ലൈ ചെയ്യുമ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു 6 ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു പൈ ബൈ 2 324 ഡി തീറ്റ വിച്ച് ഇസ് ഈക്വൽ ടു 1944 ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു പൈ ബൈ 2 ഡി തീറ്റ. വിത്ത് റെസ്പെക്ട് ടു തീറ്റ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 1944 ഇൻറ്റു തീറ്റ എന്ന് കിട്ടും. തീറ്റയുടെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്യുമ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു 1944 ഇൻറ്റു പൈ ബൈ 2 വിച്ച് ഇസ് ഈക്വൽ ടു 972 പൈ.